ഹായ് ഓൾ, ഏവർക്കും നോൺ സ്റ്റോപ്പ് പി എസ് സിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന സെക്ഷനിൽ നിന്നും പി എസ് സിയിൽ എക്സാമുകൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്തുകയാണ്. പ്രധാനമായിട്ടും 10th പ്രിലിംസ് ആകട്ടെ, +2 ലെവലാകട്ടെ, ഡിഗ്രി പ്രിലിംസ് ഇല്ലെങ്കിൽ ഡിഗ്രി മെയിൻസ് പോലുള്ള എല്ലാ സെക്ഷനിലും ഏറ്റവും അനിവാര്യമായ ഒരു ഏരിയയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഒരു പി എസ് സി ആസ്പിരൻറ്റ് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ഓരോ ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇതുപോലുള്ള പി എസ് സി ആസ്പിരൻസ് ഏറ്റവും ഉപകാരപ്രദമാകുന്ന മറ്റ് വീഡിയോസ് ലഭ്യമാകുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ ചാനൽ ഇഷ്ടമാകുകയാണ്, വീഡിയോസ് ഇഷ്ടമാകുകയാണ്, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. സോ നമുക്ക് കൂടുതൽ സമയം കളയാതെ തന്നെ നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ഏരിയയിൽ പ്രധാനപ്പെട്ട ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ഉദ്യോഗാർത്ഥി അറിഞ്ഞിരിക്കേണ്ട ചില ഏതാനും ക്വസ്റ്റ്യൻസാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ഡിസ്കസ് ചെയ്തിട്ട് തന്നെ നമുക്ക് പോകാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഹു ഈസ് നോൺ ആസ് ദ ചെയർമാൻ ഓഫ് ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയപ്പെടുന്ന ഇന്ന് നിലവിൽ കാണുന്ന ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് നിലയിൽ വന്നത്, ഇല്ലെങ്കിൽ അത് രൂപകൽപ്പന ചെയ്യുന്നതിന് വേണ്ടി ആദ്യം ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി സ്ഥാപിതമായിരുന്നു. അതിൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് വന്ന വ്യക്തി ആരെന്നാണ് ചോദ്യം. തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കിയേ: രാജേന്ദ്ര പ്രസാദ്, ജവഹർലാൽ നെഹ്റു, BR അംബേദ്കർ, സർദാർ വല്ലഭായ് പട്ടേലാണ്. സോ ഇതിലേതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്? അതിൽ യാതൊരു സംശയം വേണ്ട, ഓപ്ഷൻ സി ആണ്. ഡോക്ടർ BR അംബേദ്കർ ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലേക്ക് ഏകദേശം എത്രത്തോളം മെമ്പേഴ്സ് അടങ്ങിയിട്ടുണ്ട്, ആ ഒരു ചോദ്യം നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. അതേ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട BR അംബേദ്കർ അടങ്ങുന്ന ആ കമ്മിറ്റിയിലെ ടോട്ടൽ സ്ട്രെങ്ത് എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം. അതാണ് 7 പേരാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ തീർച്ചയായും ആ 7 പേര് ആരൊക്കെയാണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. നമുക്കിനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അതായത് വിച്ച് പാർട്ട് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, ഏറ്റവും അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട ക്വസ്റ്റ്യനാണ്. അത് മൗലിക അവകാശങ്ങൾ അടങ്ങിയിരിക്കുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏത് പാർട്ടിലാണ് അതിനെപ്പറ്റി മെൻഷൻ ചെയ്തത്? പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 ആൻഡ് പാർട്ട് 5 ഏതായിരിക്കും? അതിൽ യാതൊരു സംശയം വേണ്ട, പാർട്ട് 3യിലാണ് ഏതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിരിക്കുന്നത്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അതിൽ തന്നെ പാർട്ട് 3യിൽ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് ആയിട്ട് നമുക്ക് കൃത്യം ആർട്ടിക്കിളുണ്ട്. ആർട്ടിക്കിൾ എത്ര മുതലാണ്? 12 to 35 ഏത് പറഞ്ഞിരിക്കുന്നത്? ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ പറ്റി കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ കോൺസെപ്റ്റ് ഓഫ് ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി വാസ് ബോറോഡ് ഫ്രം ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ്. അതായത് നിങ്ങൾ പ്രധാനപ്പെട്ട ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ എല്ലാ പരീക്ഷയ്ക്കും മാറി മാറി ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഈ. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പല ഭാഗങ്ങളും പല കാര്യങ്ങളും ആശയങ്ങളും കടമെടുത്തത് പല രാജ്യങ്ങളിൽ നിന്നാണ്. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ ഏതൊക്കെ രാജ്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മുടെ ഇന്ന് കാണുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ യഥാർത്ഥ രീതിയിൽ രൂപകൽപ്പന ചെയ്യുന്നതിൽ സ്വാധീനം ചെലുത്തിയതും നമ്മൾ കടമെടുത്തതെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇവിടെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നമ്മൾ ഏത് രാജ്യത്തു നിന്നാണ് കടമെടുത്തത്? ഓപ്ഷൻസ്: USA, കാനഡ, അയർലൻഡ്, ഓസ്ട്രേലിയ. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എടുത്തിരിക്കുന്ന എവിടെ നിന്ന് മാത്രമാണ്? ദ കൺട്രി നെയിംഡ് ആസ് അയർലൻഡ് ആണ്. ഇതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സ് ആണ്. ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ ഗാന്ധിജിയുടെ തത്വങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്വാധീനം ചെലുത്തി എടുത്തിരിക്കുന്നത്. അതായത് ഗാന്ധിജിയുടെ ചില ആശയങ്ങൾ എവിടെ കാണാൻ പറ്റും? നമുക്ക് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ കാണാൻ പറ്റും. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി, അയർലൻഡ് ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അബോളിഷസ് അൺടച്ചബിലിറ്റി. അതായത് തൊട്ടുകൂടായ്മ എന്ന് പറയുന്ന ഒരു ആശയം ഇല്ലാതാക്കുക, അതായത് തൊട്ടുകൂടായ്മ ഇല്ലാതാക്കുക എന്ന് പറയപ്പെടുന്ന അതുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ ഏതാണെന്നാണ് ചോദിക്കുന്നത്. പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 12 to 35 ആണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് ഞാൻ പറഞ്ഞു. അതിലാണ് ഏത് വരുന്നത്? ഈ പെർട്ടിക്കുലർ അൺടച്ചബിലിറ്റി അബോളിഷ്മെൻറ്റുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ വരുന്നത്. ഗിവൺ ഓപ്ഷൻസ് നോക്കാം. ആർട്ടിക്കിൾ 14, 17, 19 ആൻഡ് 21 ഏതായിരിക്കും ഇതിൻ്റെ കറക്റ്റ് ആൻസർ? ആർട്ടിക്കിൾ 17 ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. അൺടച്ചബിലിറ്റി പ്രിവെൻഷൻ അല്ലെങ്കിൽ അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി എന്ന് പറയപ്പെടുന്ന ആർട്ടിക്കിൾ ഏത് മാത്രമാണ്? ആർട്ടിക്കിൾ 17 ആണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട, ബാലവേല നിരോധിക്കുന്നത് ഏത് ആർട്ടിക്കിളാണ്? അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുക. കാരണം ഇതുപോലുള്ള ചില റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിനോടൊപ്പം തന്നെ പഠിച്ച് പോകേണ്ടതാണ്. കാരണം എല്ലാ പരീക്ഷയ്ക്കും വേറെ രീതിയിലൊക്കെ ആയിട്ട് ചോദിക്കാൻ വരുന്ന ഒരു രീതിയാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു സെക്ഷൻ നിർബന്ധമായിട്ട് മനസ്സിലാക്കുക.
അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് ഇലക്റ്റഡ് ബൈ. ഈ പ്രസിഡന്റ്, ഇന്ത്യൻ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് പോലുള്ള സെക്ഷൻസ് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ. ഇവിടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട്, അതായത് പ്രസിഡന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യയെ ഇലക്ട് ചെയ്യുന്നത് ആരൊക്കെ ചേർന്നാണ്? ഓപ്ഷൻസ്: ഡയറക്റ്റ് ഇലക്ഷൻ ബൈ ദ പീപ്പിൾ, members of parliament only, elected members of parliament and state legislatures, ഓപ്ഷൻ ഡി സുപ്രീം കോടതി ജഡ്ജസ്. ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ഇത്? പക്ഷേ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കും. ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് ചേർന്നിട്ടാണ് ഇതിൻ്റെ, അതായത് ഇന്ത്യൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. സിക്സ്ത് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ലോവേർഡ് ദ വോട്ടിംഗ് ഏജ് ഫ്രം 21 years to 18 years? അതായത് വോട്ടിംഗ് പ്രായം ആദ്യം വന്ന സമയത്ത് 21 വയസ്സായിരുന്നു. പക്ഷേ അത് പിന്നീട് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പ്രകാരമാണ് 21 വയസ്സിൽ നിന്നത് 18 വയസ്സായിട്ട് കുറച്ചത്. അത് ഏത് അമെൻമെൻറ്റ് ആണെന്നാണ് ചോദ്യം. ഗിവൺ ഓപ്ഷൻസ് ആർ 42nd, 44th, 61st ആൻഡ് 73rd അമെൻമെൻറ്റ്. ഏറ്റവും ബേസ് ആയിട്ട് അറിഞ്ഞിരിക്കണം ഏതാ അതിൻ്റെ കറക്റ്റാണ്. 61st ആണ്. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്താണ് 61ാം അമെൻമെൻറ്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ നോക്കിയ 61st ഓപ്ഷൻ സി ആണ്. ഇതോടൊപ്പം തന്നെ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു അമെൻമെൻ്റ് ആണ് ഏത്? ഈ 42nd അമെൻമെൻറ്റ്. 42nd അമെൻമെൻറ്റ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിൽ. ഈ 42nd അമെൻമെൻറ്റ് പ്രകാരമാണ് സോഷ്യലിസ്റ്റ്, സെക്യുലർ പോലുള്ള ടേംസ് ഏതിലേക്ക് ആഡ് ചെയ്തത്? പ്രിയാമ്പിളിലേക്ക് ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പിന്നെ നമ്മൾ ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്യപ്പെട്ടതും ഇതുവഴിയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു സെക്ഷൻ കൂടിയാണെന്ന് മനസ്സിലാക്കുക. 7th ക്വസ്റ്റ്യൻ. ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ വാസ് ഇനാഗുറേറ്റഡ് ഇൻ. ഏത് വർഷമാണ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്? അതായത് 1947, 1949, 1950, 1952. അതായത് നിങ്ങളിങ്ങനെ ആലോചിച്ച് ഒരു എളുപ്പമാർഗ്ഗമുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന ആ ഒരു വർഷം തന്നെയാണ് ഏതും വരുന്നത്, ഇന്ത്യൻ സുപ്രീം കോർട്ടും വന്നിരിക്കുക. ആൻസർ 1950 തന്നെയാണ്. 8ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് ഷെഡ്യൂൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടെയ്ൻസ് ദ ലിസ്റ്റ് ഓഫ് റെക്കഗ്നൈസ്ഡ് ലാംഗ്വേജസ്? റെക്കഗ്നൈസ്ഡ് അംഗീകൃതമായ ഭാഷകളെ പറ്റി പ്രതിപാദിക്കുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഷെഡ്യൂൾ ഏതാണെന്നാണ് ചോദ്യം. 7th ഷെഡ്യൂൾ, 8th ഷെഡ്യൂൾ, 9th ഷെഡ്യൂൾ ആൻഡ് 10th ഷെഡ്യൂൾ. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി 8th ഷെഡ്യൂളാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. ദെൻ 9th ക്വസ്റ്റ്യൻ നോക്കുക. ദ ഐഡിയ ഓഫ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വാസ് ബോറോഡ് ഫ്രം ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ്. അതായത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ടാവും, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉണ്ടാവും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. കാരണം ഒരു വേർഡ് മാറിയാൽ തന്നെ നമ്മുടെ ആൻസറേ മാറിപ്പോയി. ഇവിടെ തന്നിരിക്കുക ഏതിനെ പറ്റിയിട്ടാണ്? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, മൗലിക കടമകളെ പറ്റിയിട്ടാണ്. ഇത് ഏത് രാജ്യത്തു നിന്നാണ് കടം എടുത്തിരിക്കുന്നത്? പ്രധാനപ്പെട്ട ഏരിയയാണ് ഈ ബോറോ എന്ന് പറയുന്ന സെക്ഷൻ, അത് കടമെടുപ്പ് എന്ന് പറയും. അപ്പോൾ ഏതായാലും തന്നിരിക്കും സോവിയറ്റ് യൂണിയൻ, ബ്രിട്ടൻ, ഫ്രാൻസ്, ജപ്പാൻ. അപ്പോൾ ഇതിലേതായിരിക്കും ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്താണ്? സോവിയറ്റ് യൂണിയൻ ആണ് അതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരിക. സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് നമ്മൾ മൗലിക കടമകൾ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നമ്മൾ കടമെടുത്തിരിക്കുന്നത്. നമുക്ക് 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ ഹാസ് ദ പവർ ടു ഡിക്ലെയർ എ നാഷണൽ എമർജൻസി അണ്ടർ ആർട്ടിക്കിൾ 352, അതായത് 352, 352 ആർട്ടിക്കിൾ പ്രകാരം ആർക്കാണ് നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കാനുള്ള അധികാരം? പ്രൈം മിനിസ്റ്റർ, പാർലമെൻറ്റ്, പ്രസിഡന്റ്, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഏതായിരിക്കും? പ്രസിഡന്റ്. ഓപ്ഷൻ സി പ്രസിഡന്റ് ആണ്. ആർട്ടിക്കിൾ 352 പ്രകാരമാണ് നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കുന്നത്. മറ്റു എമർജൻസിയിൽ വരുന്ന ഒന്നാമതാണ് 352. ആർട്ടിക്കിൾ 352 എമർജൻസിയായി ബന്ധപ്പെട്ടില്ല. 356 ഉണ്ട്. അതെന്താണ്? സ്റ്റേറ്റ് എമർജൻസി, അതായത് രാഷ്ട്രപതി ഭരണം ഒരു സംസ്ഥാനത്ത് നടത്തുന്നത് 356 പ്രകാരം. ആർട്ടിക്കിൾ 360 ഉണ്ട്. 360 എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ എമർജൻസിയാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസും നമ്മൾ ഇതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് നമ്മൾ നോക്കിയതാണ്. അപ്പോൾ പ്രധാനമായിട്ട് ഈ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില ക്വസ്റ്റ്യൻസാണ്. ഇതുപോലെ ഓരോ സെക്ഷനിലും ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന വീഡിയോസും കാണുക. നമ്മുടെ PSC പഠനം മുന്നോട്ട് തന്നെ പോകട്ടെ. സോ ഇറ്റ്സ് ബൈ ഫ്രം നോൺ സ്റ്റോപ്പ് PSC. താങ്ക് യു ഓൾ.